എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. നമസ്കാരം, എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഭീമ സിനിമ ചിരിമയിലേക്ക് സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഭീമ സിനിമ ചിരിമയിൽ നിന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് മലയാളികൾക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം താരം ശ്രീ ജയറാം. ഭീമ സിനിമ ചിരിമയിലേക്ക് നമുക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ശ്രീ ജയറാം, ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സിനിമ ചിരിമയിലേക്ക് സ്വാഗതം. നല്ലൊരു ക്രിസ്മസ് കാലം കഴിഞ്ഞ് പുതിയ ഒരു വർഷത്തെ വരവേൽക്കാൻ നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. എന്തായാലും 2014 ഈ അവസാന സമയങ്ങളിൽ 2014 തുടങ്ങിയ സിനിമ ചിരിമ എന്ന ഈ ചിരിയുടെ മാലപ്പടക്കം അടുത്ത വർഷവും നീണ്ട് മലയാളികളിലേക്ക് ഈ ചിരിയുടെ അല അങ്ങനെ ഒരുപാട് കാലം നീണ്ടു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ക്രിസ്മസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലേക്ക് കിടക്കാം. ആദ്യമായി ഞാൻ ഇതിൻ്റെ ക്യാപ്റ്റൻ സിദ്ദിഖിനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സിദ്ദിഖ്. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അടുത്ത വർഷം ഇനി 2-3 ദിവസങ്ങളേ ഉള്ളൂ. അടുത്ത വർഷം തകർക്കണം. അടുത്ത വർഷം നമ്മൾ അതേപോലെ അങ്ങോട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ റിലീസായ സിനിമ അല്ലേ, മൈലാഞ്ചി മഞ്ചുള്ള വീട്. അതാണ് ഈ വർഷത്തെ ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയത്. ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ, അതിനുശേഷം അതാണ് പടക്കങ്ങൾ പൊട്ടുക. ഈ എപ്പിസോഡിൽ ജയറാം വരുന്നു എന്നറിഞ്ഞിട്ട് ജയറാമിനോടൊപ്പം എനിക്കൊരു വേദി വേണം എന്ന് നിർബന്ധമായി ആവശ്യപ്പെടുകയും അങ്ങനെ എത്തിയ ഒരു ക്ലൂ പറഞ്ഞു. ഞാൻ ആരാന്ന് ആലോചിക്കട്ടെ. ഈ സിനിമയിൽ, ഇതിന് തൊട്ടു മുൻപുള്ള സിനിമയിൽ ജയറാമിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. മിമിക്രിക്കാരനാണ്. മൈലാഞ്ചി മഞ്ചുള്ള വീടുണ്ടോ? അതിലുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ അതിഥികളുണ്ട്. അതിൽ പാട്ടും പാടിയിട്ടുണ്ട്. ഷാജോൺ. യെസ്, നമുക്ക് വിളിക്കാം. കലാഭവൻ ഷാജോൺ. നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. ഹാപ്പി ന്യൂ ഇയർ. അതായത് 3 കലാഭവൻ പ്രോഡക്റ്റുകളാണ്. ഞാനും കലാഭവൻ, സീനിയർ മോസ്റ്റ്, സെക്കൻഡ് സീനിയർ, അടുത്ത തലമുറ അല്ലേ. ഈ ഒരു പുതുവത്സര ആഘോഷവേളയിൽ, പുതുവത്സരം വരാൻ പോകുന്ന ഈ വേളയിൽ കലാഭവനിൽ നിന്ന് പല കാലങ്ങളിലായി സിനിമയിലെത്തിയ 3 പേര് ഒരുമിച്ച് വരാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾ അടുത്ത് ഈ 2 സിനിമകളിൽ റിലീസായ 2 സിനിമകളിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. മൈലാഞ്ചി മഞ്ചുള്ള വീട് എന്നുള്ള സിനിമ ഏകദേശം ഒരു 55-60 ദിവസത്തോളം ഒറ്റപ്പാലത്തൊരു വലിയ സെറ്റ്, വരിക്കാശ്ശേരി മനയിൽ വലിയ സെറ്റിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെ ഒരു നേരം പോക്കെന്ന് പറഞ്ഞാൽ ഷാജോൺ നന്നായിട്ട് പാട്ട് പാടും, സിദ്ദിഖ് നന്നായിട്ട് പാട്ട് പാടും, മധുസാർ നന്നായിട്ട് പാട്ട് ആസ്വദിക്കും, ആസിഫ് അലി നന്നായിട്ട് പാട്ടും പാടും, എല്ലാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് സിദ്ദിഖിൻ്റെ കയ്യിൽ ഇല്ലാത്ത കളക്ഷൻ ഇല്ല, അറിയാലോ അല്ലേ, പാട്ടുകൾ ഇത്രയും വർഷത്തെ ഏകദേശം 50s തൊട്ടുള്ള എല്ലാ പാട്ടുകളും 2014 ആരാണ് സംഗീതം ചെയ്തത് എല്ലാം. അത് മാത്രമല്ല ആ പാട്ടിൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു എല്ലാം കാണാപ്പാടെ അറിയാം. അപ്പോൾ സിദ്ദിഖ് വൈകുന്നേരം സ്പീക്കറും കാര്യങ്ങളും ഇതും പാട്ടുപെട്ടിയൊക്കെ ആയിട്ട് വൈകുന്നേരം ഒരു 6 മണിക്ക് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 2 മണി വരെ 3 മണി വരെ ഷൂട്ടിംഗ് എത്ര പോയാലും ഞങ്ങൾക്ക് ബോറടിക്കാത്ത ഈ പഴയ പാട്ടുകൾ കേട്ട് അതിൻ്റെ ഒപ്പം പാടി. ഏത് പാട്ട് പറഞ്ഞാൽ അപ്പം ഉണ്ടാവും സിദ്ദിഖ്, അപ്പം തന്നെ അത് ഇന്ന സിനിമയിലെ പാട്ടുകളാണ് അപ്പം തന്നെ. ബാബുരാജുണ്ട്, ബാബുരാജിന് പഴയ പാട്ടുകളൊക്കെ അറിയാം. അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഷാജോൺ ഇത്ര മനോഹരമായി പാട്ട് പാടുന്നുള്ളത് ഒരുപക്ഷെ ആ സെറ്റിൽ വെച്ചാണ് ഇരുന്നത്. മാത്രമല്ല ഈ അടുത്ത സമയത്തിൽ ഇറങ്ങിയ ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ എന്നുള്ള സിനിമയിൽ ഷാജോൺ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടുകയും ആ പാട്ട് ഇപ്പോൾ വലിയ ഹിറ്റാണ്. നെറ്റിൽ വളരെ ഹിറ്റായിട്ട്, അതായത് ഒരു നല്ല സിംഗർ, ഒരു വളരെ ഇതായിട്ടുള്ള സിംഗർ പാടുന്നതിനേക്കാൾ മനോഹരമായിട്ടാണ് പാടിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഒരു പിന്നണി ഗായ രംഗത്ത് നന്നായിട്ട് കയറി വരാൻ പറ്റും, സാധ്യമായിട്ട് കയറി വരാൻ പറ്റാതെ. അതെ, ഷാജോൺ ഇപ്പോൾ മിമിക്രി, അവിടെ നിന്ന് ഹ്യൂമർ വേഷങ്ങളിൽ വന്നു, വില്ലനായി, ഇപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും പാട്ടുകാരനായി, ഇനി സംവിധായകനാകുമോ എന്നാണ് നമ്മുടെ ഇനി എന്തൊക്കെ മലയാളികൾ സഹിക്കാൻ കിടക്കുമെന്ന് അറിയില്ല. നായകനാവാതിരുന്നാലും നല്ലത്. എന്നെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യമാണ് ഈ ഒരു നിമിഷം. കാരണം 2014 നമ്മൾ 2015 കിടക്കാൻ നിൽക്കുമ്പം, കാരണം ഞാനടക്കമുള്ള മിമിക്രിക്കാർക്ക് മിമിക്രിയിലേക്ക് വരാനും മിമിക്രിയിൽ വന്നാൽ നാളെ നമുക്കൊരു നല്ല സമയമുണ്ടാകും എന്നൊക്കെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകാനൊക്കെ
ഉള്ള കാരണക്കാരായവരാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരും. കാരണം മിമിക്രി എന്ന് വന്ന ഒരുപാട് പേര് സ്ക്രിപ്റ്റിലേക്കും കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാർ തീർച്ചയായിട്ടും സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന വലിയ രണ്ട് പ്രതിഭകൾ തന്നെയാണ്. പിന്നെ സിനിമയിലേക്ക് വരാനായിട്ട് കാര്യം നിങ്ങളെല്ലാം തുറന്നു പാത. പിന്നെ ഞാൻ ഒരു സമയത്ത് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, മിമിക്രിക്കാർക്ക് അന്തസ്സുള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ട് തന്ന കുറച്ച് പേരുണ്ട്. ഞങ്ങൾക്ക് എവിടെ ചെന്നാലും നെഞ്ചു നിവർത്തി ഞങ്ങൾ മിമിക്രിക്കാരാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കുറച്ച് പേരുണ്ട്. അതിൽ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം ഈ വേദിയിൽ പങ്കിടാൻ കഴിഞ്ഞ് എനിക്ക് വളരെയധികം സന്തോഷമാണ്. പിന്നെ ജയറാമേട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സിനിമ അതിന് മുൻപ് ഉത്സാഹ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. കുറേ സിനിമകളായി ഇപ്പോൾ ജയറാമേട്ടനോടൊപ്പം. ജയറാമേട്ടന് മിമിക്രിക്കാരെന്ന് പറഞ്ഞ് വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും മിമിക്രിയെ ഇതുപോലെ കൊണ്ടു നടക്കുന്ന ഒരു ഹീറോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും, നസീർ ഇങ്ങനൊരു സംഭവം ചെയ്തു കേട്ടോ, അത് നീ കേട്ടായിരുന്നു, സംഭവം കേട്ടാ. ഈ പുതിയതാരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു പഠിക്കാനും അത് കേൾക്കാനും ഒക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളായിട്ടാണ് എനിക്ക് ജയറാമേട്ടൻ തോന്നിയിട്ടുള്ളത്. ജയറാമേട്ടൻ ഇപ്പോഴും മിമിക്രി അതുപോലെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും അതല്ലേ നമ്മുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ. അതല്ലേ ഇത് ശരിക്കും തുടക്കം എന്ന് പറയുന്നത് ഈ കലാഭവനിലേക്ക് വരുന്നതിനേക്കാളൊക്കെ മുമ്പ് വളരെ കുട്ടിക്കാലത്ത് തൊട്ട് ഇപ്പോൾ പെരുമ്പാറുള്ളപ്പോൾ വീട്ടിലെന്തെങ്കിലും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാന വിഷയം ഞാൻ വീട്ടിലുള്ളവരെ പോലെയൊക്കെ കാണിക്കും. എൻ്റെ അച്ഛനെ പോലെ, എൻ്റെ അമ്മയെ പോലെ, അല്ലെങ്കിൽ അമ്മമാരെ പോലെ അവരെ നടക്കുന്നത്, അവരുടെ ചേഷ്ടകളെല്ലാം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കുട്ടിക്കാലം തൊട്ടുള്ള ഇതാണ്, ഒന്ന് വേറെ ആൾ ചെയ്യുന്ന പോലെ ചെയ്യുക. നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ തുടങ്ങുന്നത് ഈ കല്യാണം, നമ്മുടെ വീട്ടിൽ കല്യാണം ഒക്കെ വരുമ്പോൾ വീട്ടിലെ പ്രായം കൂടിയ ആളുകളെ, നമ്മുടെ മുതിർന്ന ആളുകളെ ഒക്കെ അനുകരിച്ചു അവരുടെ സ്റ്റൈൽ അനുകരിച്ചിട്ടാണ് ഇത് തുടങ്ങി വരിക. പിന്നെ ഞാനെല്ലാവരും ഞങ്ങളുടെ പരിസരത്ത് അവിടെ മിമിക്രി അവതരിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ പുല്ലേപ്പടിക്കാർക്ക് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം, കലാഭവനിൽ വന്നതിന് ശേഷമാണ് ഞാനെല്ലാവരും മിമിക്രി ചെയ്യുന്നുണ്ടെന്ന് തന്നെ അറിയുന്നത്. അത്രയും പോപ്പുലറായിട്ട് മിമിക്രി ചെയ്യുന്നവരാണെന്ന് അറിയുന്നത്. കാരണം ഞങ്ങൾ അവിടെ അധികം കളിക്കില്ല. കാരണം നമുക്ക് അവിടെ ഒരു ചമ്മലാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സാണ് ഇവന്മാർ, നമ്മളെ വെട്ടി നിരത്തി കളയും. ഞങ്ങൾ വന്ന് കളിക്കുന്നത് പെരുമ്പാവൂർ, പെരുമ്പാവൂരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരും കൂടി വന്നിട്ടുണ്ട് അവിടെ. വളരെ പെട്ടെന്ന് വെങ്ങോല എന്നൊക്കെ പറഞ്ഞ ചില സ്ഥലങ്ങൾ അവിടെയൊക്കെയാണ് കളിച്ചാണ് ഇത് നമ്മൾ കോൺഫിഡൻസ് വരുത്തിയത്. എന്നിട്ടാണ് പിന്നെ പുറത്തൊക്കെ ഒരു ദിവസം ജയറാമേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ അധികം സിനിമ നടക്കുമ്പോൾ അപ്പം ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഇങ്ങനെ വന്നത് അതിന് ഒരു കാര്യം കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മൊബൈലിൽ ജയറാമേട്ടൻ അന്നൊരു ഷോയ്ക്ക് പോകുന്നുണ്ട്. ഒരു അവാർഡ് നൈറ്റിന് വേണ്ടി പോവാണ്. സിംഗപ്പൂരാണെന്ന് എനിക്ക് തോന്നി ജയറാമേട്ടൻ രജനീകാന്ത് പറഞ്ഞിരിക്കുന്നൊരു ഡയലോഗ് കമലഹാസൻ സാറാണ് അത് അഭിനയിക്കുന്നെങ്കിൽ എപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കമലിന്റെ ഡയലോഗ് ഞാൻ അത് കേട്ടത് ഫോണിൽ കേട്ട് കിടുങ്ങി. അപ്പം ഞാൻ ഓർക്കുകയാണ് ഇപ്പോഴും ദൈവമേ എന്നെയൊക്കെ ഞാൻ തന്നെ തല്ലണം തോന്നിപ്പോയ ഒരു അവസരമാണ്. കാര്യം ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇപ്പോഴും മിമിക്രി എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന, ആ വേദിക്ക് വേണ്ടി ടെൻഷൻ അടിച്ചിട്ട് ഇത് കുഴപ്പമില്ല ഞാൻ ചേട്ടാ നന്നായിട്ടുണ്ട് ചേട്ടാ, ആണല്ലേ ഇത് കുഴപ്പമില്ല ഇത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ വർക്കൗട്ട് ചെയ്തെടുക്കുന്ന ഒരാൾ. അത് കമൽ സാറിന് മുമ്പിൽ തന്നെ അവതരിപ്പിച്ചു. ഞാനത് ഇവിടെ ചെയ്തു. ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഈ രണ്ട് സിനിമകളിൽ അടുപ്പിച്ച് ചെയ്തല്ലോ, ഈ സമയങ്ങളിലെ അനുഭവങ്ങൾ, രസകരമായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? രസകരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചൊന്നും പറയരുത്. ഈ സിനിമകളിലൊക്കെ എനിക്ക് തോന്നുന്നു ബാബുരാജ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ബാബുചേട്ടൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഉത്സാഹ കമ്മിറ്റിയുടെ ആൾ തന്നെയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. നമുക്കത് എന്നും വൈകിട്ട് കുക്കിങ് കാര്യങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം ജയറാമേട്ടനാണെങ്കിൽ കറക്റ്റായിട്ട് ജീവിതശൈലിയെ കറക്റ്റായിട്ട് നോക്കി ഭക്ഷണമൊക്കെ 10 മണിക്ക് 9 മണിക്കൊക്കെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോവുക. ഭക്ഷണമൊക്കെ ആണെങ്കിലും വളരെ ലൈറ്റായിട്ടൊക്കെ കഴിക്കുക. അങ്ങനത്തെ ഒരാളാണ്. എനിക്കും ബാബുചേട്ടനൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ. നേരം വെളുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉത്സാഹ കമ്മിറ്റി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴേ അപ്പോൾ ജയറാമേട്ടനും ബാബുചേട്ടനും ഞാനും ഞങ്ങൾ 3 പേരുമാണ്. ഒരു പുതിയ കോമ്പിനേഷൻ. അല്ലെങ്കിൽ സാധാരണ എൻ്റെ കൂടെ അധികം ജയതി ചേട്ടനായിരിക്കും. അങ്ങനത്തെ അങ്ങനെ പുതിയൊരു കോമ്പിനേഷൻ ആദ്യമായിട്ട്. അപ്പോൾ ജയറാമേട്ടൻ ഭയങ്കര ഹാപ്പി. 2 സീനൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര രസമായിട്ട്. അപ്പോൾ ജയറാമേട്ടൻ വൈകിട്ട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാം, എൻ്റെ വണ്ടിയിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറയല്ലേട്ടാ, ഞങ്ങൾ പറയാം ഇല്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മൾ ഒരു ഹോട്ടലിൽ ഒരുമിച്ച് പോകുന്നു. കാരണം 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട 8:20 മുറിയിലെത്തും. 20 മിനിറ്റല്ലേ തമാശകളൊക്കെ പറഞ്ഞിട്ട് 20 മിനിറ്റിന്റെ യാത്രയല്ലേ ഉള്ളൂ. പിന്നെ അത് ഒരു മലയുടെ മുകളിലായിരുന്നു ഷൂട്ടിംഗ്. അത് ഇറങ്ങി താഴെ വന്ന് അങ്ങനെ ഒരു ടി എസ്റ്റേറ്റ് നടക്കൂടെ വന്നിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് എത്തണം. 1/2 മണിക്കൂറും കൂടി പോയി. അത്രേ ഉള്ളൂ. അപ്പോൾ ജയറാമേട്ടൻ നമുക്ക് ഒരുമിച്ച് പോകുന്നു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു.
എൻ്റെ ഇക്ക അന്ന് എത്തിയപ്പോഴും 8 മണി. അടുത്ത ദിവസം കാലത്ത് 8 മണിക്ക് എത്തിയത് ആലോചിച്ച് നോക്കിയേ. ബാബുച്ചേട്ടനൊക്കെ അല്ലേ ആള് ഇടയ്ക്ക് പാട്ട് ബേക്കളം കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത്. കാര്യം കുട്ടിക്കാനം എഴുതിയൊക്കെ ഭയങ്കര രസമാണ്. ചേട്ടാ നമ്മൾ ഇവിടം വരെ വന്നില്ലേ? ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മുടെ ഹോട്ടൽ, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ അങ്ങനെ തേക്കടി വണ്ടി പെരിയാർ വഴി നമ്മൾ ഒന്ന് കമ്പം തേനി വഴി ഇവിടുന്ന് കുറച്ചിറങ്ങിയാൽ കുറച്ചപ്പുറത്താന്ന് പോയിട്ട് പോകും. അത് മധുര തൊട്ടടുത്ത ചേട്ടാ പ്ലീസ്. കാട്ടുപോത്തിനെ കാണാൻ ചേട്ടാ, അത് കാണാൻ ചേട്ടാ, ഇത് കാണാൻ, ഇങ്ങനെല്ലാം പറഞ്ഞ് വെളുപ്പാൻ കാലമായി ചെന്നപ്പോഴും കടന്നുറങ്ങി. ഞാൻ രാവിലെ ഡോറ് തുറക്കുമ്പം ബാബുരാജൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് നിൽപ്പുണ്ട്. അത് എന്ത് പറ്റി ചേട്ടാ? ജയറാമേട്ടൻ മാലയിട്ട് മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജയറാമേട്ടൻ മാലയിട്ടപ്പോഴാ ഇവിടെ അല്ല, ഞാൻ ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല, അതുകൊണ്ട് ഞാൻ പഴനിമലയ്ക്ക് മാലയിട്ടു. പഴനിമലയ്ക്ക് മാലയിട്ടൊന്ന് അപ്പോഴേക്കും ഒന്ന് പഴനിമലയ്ക്ക് ഇപ്പം മാലയുണ്ട്. ഞാൻ നോക്കുമ്പോൾ ചെല്ലുമ്പോൾ ജയറാമേട്ടൻ ഇവിടെ കംപ്ലീറ്റ് ഭസ്മൊക്കെ തേച്ച് ഇങ്ങനെ വളരെ ഇതായിട്ട് നിൽക്കുക. സംഭവിച്ചെന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ വെറുതെ ഭസ്മം തേച്ചോളൂ, എല്ലാം ബാബുരാജ് ബാബുചാരൻ അങ്ങോട്ട് ചോദിച്ചു ജയറാമേട്ടൻ മാലയിട്ടാ. മലയിട്ട് ഇവിടെ അടുത്തൊരു അമ്പലം അവിടെ പോയി മറ്റേ മലയുടെ മുകളിലൊന്നുമില്ല. അയ്യോ, അപ്പൊ ഇനിയിപ്പോ 40 ദിവസം കഴിഞ്ഞാൽ അയ്യോ വ്രതമാണ് അതാണെന്ന് പറഞ്ഞിട്ട് ബാബുരാജ് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ജയറാമേട്ടന്. പക്ഷെ എനിക്ക് ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തിന് മനസ്സിലായി. ഇവരുടെ കൂടെ 40 ദിവസം ജീവിതം പോയി. അതുകൊണ്ട് 2 ദിവസം കഴിയുമ്പോൾ ജയറാമേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ, കുഴപ്പമില്ല, നമ്മുടെ അടിപൊളിയൊന്നും കുറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് വളരെയധികം എൻജോയ് ചെയ്ത സിനിമകളാണ്. ഇപ്പൊ ഈ മൈലാഞ്ചി മഞ്ചുള്ള വീടാണെങ്കിലും ബാബുചേട്ടനും ഉണ്ടായിരുന്നു. ഡെയിലി ഇതുപോലെ പാട്ട് കേൾക്കുക, ഭക്ഷണം കഴിക്കുക, കുക്കിംഗ് ഉണ്ട്. കുക്കിംഗ് ബാബുചേട്ടൻ നന്നായിട്ട് ഉത്സാഹ കമ്മിറ്റി ലൊക്കേഷൻ. അതായത് ഷീലാമ്മ ഇത്രയും വർഷം സിനിമയിൽ ഇത്രയും വർഷം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഷൂട്ടിംഗ് കഴിയുക തിരിച്ചു പോവുക. പണ്ടാണെങ്കിലും ഏറ്റവും റെസ്പെക്റ്റ് ആയിട്ടുള്ളൊരു ഹീറോയിനാണ്. അപ്പോൾ ഷീലാമ്മ എന്ന് മാത്രമേ എല്ലാവരും വിളിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എല്ലാവരും ഒത്തൊരുമിച്ചൊരു കുക്കിങ്ങും പാട്ടും അടിച്ചുപൊളി അങ്ങനെയൊന്നും ഷീലാമ്മയ്ക്ക് അധികം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കാലത്തെ സിനിമ അങ്ങനെയായിരുന്നു, എല്ലാവർക്കും സെപ്പറേറ്റ് കാറും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഉത്സാഹ കമ്മിറ്റി നടക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങളിങ്ങനെ വൈകുന്നേരങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷീലാമ്മ എൻ്റെ അടുത്ത് ഒറ്റ അഭ്യർത്ഥന പറഞ്ഞിട്ടുണ്ട്, ഇനി ടി വിയിൽ ഒരിക്കലും എന്നെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഷീലാമ്മയോടുള്ള ബഹുമാനത്തോടു കൂടി ഇവിടെ മാത്രം അറിയാതെ ഒന്ന് കാണിക്കാം, പിന്നെ ഇനി കാണിക്കില്ല. നിങ്ങളെല്ലാവരും എന്താണ് ചെയ്യുന്നത് വൈകിട്ട് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചേച്ചി ഇങ്ങനെ കൂടും, കുക്കിംഗ് ഒക്കെ ഉണ്ട്, എന്നാൽ നാളെ മുതൽ ഞാനും വരട്ടെ എന്ന് ചോദിച്ചു. വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ചേച്ചി വന്നിട്ട് ഫുഡ് കുക്കിങ് ബാബുരാജ് അങ്ങനെ ഈ മീനിൻ്റെ അകത്ത് ചിലത് വെക്കുക, അതിൻ്റെ മുകളിൽ ചിലത് വെക്കുക, അങ്ങനെ ചില പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഷീലാമ്മയുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ച ഒരു സായാഹ്നം വേറെ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? നമ്മുടെ കൂടെ പാട്ടും കൊട്ടിയും അതും രാത്രി ഒരു 11 മണി വരെ. എന്നിട്ട് പറഞ്ഞു പോവാം ഞങ്ങളെയൊക്കെ ചേർത്തത്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സായാഹ്നം ആദ്യമായിട്ടാണ്. ഷീലാമ്മ കപ്പ കഴിച്ചിട്ടില്ലെന്ന് ഷീലാമ്മ കപ്പ കഴിച്ചിട്ടില്ല. ഗ്യാസ് ട്രബിളൊക്കെ വരുന്നത് കപ്പ കഴിച്ചില്ല. എന്തോ പണ്ട് തൊട്ടേ അതിനോടൊരു അവർഷൻ, പണ്ട് കപ്പ കഴിച്ചകളില്ല. അതുകൊണ്ട് ഇതുവരെ ആദ്യമായിട്ടാണ് കപ്പ കഴിച്ചത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെയാണ് ഒരു ടേസ്റ്റ് എന്നുള്ളത്. അതെ, അങ്ങനെ ഒരു ഭയങ്കര എൻജോയ് ചെയ്ത സാധനങ്ങളായിരുന്നു. അതൊക്കെ ഇവരൊക്കെയാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. ഇപ്പം ഞാൻ നേരത്തെ പളനി പോയി കാട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ജയറാമിന് കാടും ആന മൃഗങ്ങൾ ആനക്കപ്പക്കാരനാണല്ലേ? മലയാള സിനിമയിൽ സ്വന്തം ആനയുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ അല്ലേ ഏറ്റവും കൂടുതൽ ആനകളുള്ള സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതും ജയറാമേട്ടനാണ്. ഒരു പക്ഷേ ഞാനായിരിക്കും ഒരു നായകൻ എന്നുള്ള കുറേ ആനകളുടെ കൂടെ സിനിമ ചെയ്തിട്ടില്ല. അത് ഈ അതിനോടുള്ള ഇഷ്ടം കുട്ടിക്കാലം തൊട്ടുള്ള ഇഷ്ടമാണ്. അത് പിന്നീട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായതല്ല. അതേപോലെ ഈ ആന മാത്രമല്ല കേട്ടോ, എല്ലാ മൃഗങ്ങളോടുള്ളൊരു സ്നേഹം ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ വൈൽഡ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. കാട് എവിടെ ഉണ്ടോ അവിടെ പോയി കുറച്ച് ദിവസം അതിൻ്റെ അകത്തൊക്കെ പോവുക, താമസിക്കുക. എൻ്റെ സിനിമയ്ക്കകത്ത് ഒരുപാട് പേർക്ക് അറിയാത്തൊരു നല്ല കളക്ഷൻ. ഇപ്പോൾ ഞാൻ ചെണ്ട കൊട്ടുന്നത് അറിയാം, മിമിക്രി കാണിക്കുന്നത് അറിയാം, മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കഴിഞ്ഞ ഏകദേശം ഒരു 20 വർഷക്കാലം ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ സ്വന്തം ക്യാമറ കൊണ്ട് എടുത്തിട്ടില്ല. നല്ല കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ, ഒരുപാടുണ്ട്. അത് എവിടെയെങ്കിലും ഒരു നല്ല എക്സിബിഷൻ വെച്ച് ചെയ്യണമെന്നാണ് എൻ്റെ താല്പര്യം. എനിക്ക് തോന്നുന്നു തേക്കടിയിൽ KTDCയുടെ ഒരു അകത്തൊരു ഇതുണ്ടല്ലോ, അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജയറാമേട്ടൻ എടുത്ത ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചിട്ടുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള കുറെ ഫോട്ടോസ് ഉണ്ട് അവിടെ ഉണ്ട്. ഒറ്റയ്ക്ക് ഞാൻ പോയിരുന്നു. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ഒന്നും താല്പര്യം ഉണ്ടായിട്ടില്ല പാവം. പിന്നെ ഭർത്താവിന് ഇങ്ങനത്തെ ഒരു പ്രാന്തൻ ചിന്തയുണ്ടല്ലോ എന്ന് വിചാരിച്ചു അതും കൂടി എൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് അത് ഇഷ്ടമായി. രാമൻ്റെ കൂടെ സീത പോയല്ലേ, മക്കളായപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമായി. അപ്പം ഇങ്ങനെ പോയി കുറേ നല്ല സ്റ്റിൽസൊക്കെ അവിടെ തേക്കടിയിലൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ വളരെ റെയറായിട്ട് കിട്ടിയിട്ടില്ലാണ്. 10-22 ആനകൾ ഒരുമിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്, അതൊരു നല്ല ഇതായിരുന്നു. പിന്നെ അതേപോലെ ഏറ്റവും നമ്മുടെ ഇന്ത്യയിൽ വിഷമുള്ളൊരു പാമ്പുണ്ട്, ക്രേറ്റ് എന്നാണ് മലയാളത്തിൽ തന്നെ, ശംഖുവര എന്ന് പറയും. അത് മേറ്റ് ചെയ്യുന്നൊരു ഫോട്ടോ. പിന്നെ ഒരു ഡേഞ്ചറസ് ആണ്. അതെ, ഒരു കാട്ടുപോത്ത് ശരിക്കും ഒരു കാടിൻ്റെ സൈഡിൽ നല്ല സൈസുള്ളതാണ്, നിന്നിട്ട് അതിൻ്റെ കുട്ടി ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഒരിക്കലും അത് വേറൊരു ആംഗിൾ എടുക്കാൻ പറ്റില്ല. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി പോയിട്ട് സാധാരണ നമ്മൾ ഈ ഫോട്ടോഗ്രാഫർമാർ ഇവിടെ വന്ന് നമ്മുടെ കാലിൻ്റെ ചുവട്ടിലൊന്നും എടുക്കില്ലേ, അതേപോലെ ഞാൻ നിലത്ത് കിടന്നിട്ട് പല ആംഗിളിൽ ഇങ്ങനെ എടുത്തു. ആലോചിച്ച് നോക്കി, ആ കാട്ടുപോത്ത് പാൽ പിടിച്ചോണ്ട് അതിങ്ങനെ എന്നെ നോക്കണ്ട് കുറേ നേരമായിട്ട്. അതൊക്കെ അവർ ഒന്ന് തട്ടിയാൽ മതി, ഒന്ന് തട്ടിയാൽ തീർന്നില്ലേ. അങ്ങനത്തെ കുറേ നിറയെ ഫോട്ടോസ് ഉണ്ട്. ഈ മൃഗങ്ങൾ ചില പ്രത്യേക സമയങ്ങളിൽ വൈൽഡ് ആകുന്നവർ ഭയങ്കര രോഷം ഉണ്ടാവും. ഈ പാമ്പിന്റെ ഒക്കെ അത് പറയാറുണ്ട്. പാമ്പിന്റെ പലതും പറയാറുണ്ട്. പാമ്പ് ഇങ്ങനെ മേറ്റ് ചെയ്യുന്ന കാണരുത്, ദോഷമാണെന്ന് പറയും. പിന്നെ ആ സമയത്ത് അവർ ആക്രമിക്കുമെന്ന് പറയും. ആനയെ പറ്റി പറയും, ആന ഒരുപാട് പക വെച്ച് പുലർത്തുന്ന ഒരു മൃഗമാണെന്ന് പറയുന്നത്. എനിക്ക് വല്ലല്ലേ പെട്ടെന്ന് നമ്മുടെ മലയാള സിനിമയിൽ നായികയുടെ കാര്യം, ആനയുടെ പകയുടെ കാര്യം. ജയറാമിന്റെ ആന വല്ല പക വെച്ച് പുലർത്തിയ കഥയാണെന്നല്ല. അല്ലല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള കഥയുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് ഒരു പക്ഷേ സിദ്ദിഖിനെ അറിയാമായിരിക്കും. ഇല്ല പറഞ്ഞു കേട്ടു. ഉർവശിയുടെ ഒരു ആനക്കഥ വളരെ ഫേമസ് അല്ലേ ഇത്. എൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഉർവശിയുടെ ഒരു പെർമിഷനോട് കൂടി തന്നെ ഞാൻ ആ കഥ ഒരിക്കൽ കൂട്ടിക്കൊണ്ട് പറയാം. അതായത് ഉർവശി ഇങ്ങനെ സെറ്റിലിരിക്കുമ്പോൾ നമ്മൾ ഈ ആനക്കഥകളും ആനയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ ഉർവശിക്ക് എന്തെങ്കിലും ഒരു കഥ പറയണമെന്നുണ്ട്. അപ്പോൾ ഉർവശി വേഗം പറഞ്ഞു, ഈ ആന ശരിയാണ് ജയറാമേട്ടൻ പറഞ്ഞ പോലെ ആന ഭയങ്കരമായിട്ട് പക വയ്ക്കും മനസ്സിൽ. എൻ്റെ കുട്ടിക്കാലത്തിൽ അയ്യോ എൻ്റെ അങ്കിളിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു ഉർവശി തുടങ്ങിയപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന എനിക്കറിയാം. എന്താ പകയുടെ എന്താ കഥ? അല്ലല്ല, ആന ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുക കാര്യങ്ങളൊക്കെ. അതേപോലെ ആനയ്ക്ക് ഈ സ്മെല്ലൊക്കെ സൂക്ഷിച്ചു ഭയങ്കര ഇതാണ് ആനയ്ക്കുള്ള കഴിവ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അവിടെ ഒരു ആനയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അങ്കിൾ കുട്ടിക്കാലത്ത് ഒരുപാട് വർഷം മുമ്പ് 30-35 വർഷം മുമ്പ് അമ്പലത്തിലേക്ക് പോകാൻ നേരത്ത് ഒരു കാര്യമില്ല, അത് ആന വെറുതെ അവിടെ തിന്നുകൊണ്ടിരിക്കുക. ഒരു വലിയ കല്ലെടുത്തിട്ട് ആനയ്ക്ക് ഒറ്റ ഏറ്, ആനയ്ക്ക് ഏറ് കൊണ്ടു. നോക്കിയപ്പോൾ ആളോടി. അങ്കിൾ എന്ന് പറഞ്ഞ ആള് ചെറുപ്പത്തിൽ ആളോടി. പക്ഷെ അയാളെ നോക്കിയിട്ട് ശരിയായി തരാം നിന്നെന്ന് പറഞ്ഞിട്ട് ഈ കല്ലെടുത്തിട്ട് സ്മെല്ല് ചെയ്തിട്ട് സൂക്ഷിച്ചോടെ വെച്ചു. സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞ് 10-35 വർഷം കഴിഞ്ഞിട്ട് പുള്ളി വലിയ ആളായി, എല്ലാം കഴിഞ്ഞിട്ട് അതേ അമ്പലത്തിലേക്ക് വരിക. അപ്പോൾ ആന എവിടെ ഇങ്ങനെ തിന്നിട്ടിരിക്കും. പെട്ടെന്ന് ആന നോക്കിയപ്പോഴത്തേക്ക് ഇയാളെ ഞാൻ എവിടെയോ കണ്ടല്ലോ. വേഗം കല്ലെടുത്ത് ഒന്നുകൂടി തലയിലേക്ക്. കഥ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചോദിച്ചാൽ ഉർവശി വേറെ ബാക്കിയുള്ള കഥയെല്ലാം ഓക്കെയാണ്, ഈ ആന ഇടയ്ക്കിടയ്ക്ക് എന്ത് ഇവിടെ എടുത്ത് മണത്തു? ആനയ്ക്ക് എന്ത് ഇവിടെയാണ് മൂക്ക്? ആന ഇങ്ങനെ മണത്താ പോരെ? പിന്നെ ആനയുടെ കൈ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയാണ്, ഇങ്ങനെയില്ല ആനയുടെ കയ്യിലിരിക്കുന്നത്, അത് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ കഥയൊന്നും പറയില്ല, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് ഉർവശി വഴക്കിട്ട് അപ്പുറത്ത് റൂമിൽ പോയി. ചിലപ്പോൾ ഈ അമ്മാവൻ നുണ പറഞ്ഞതായിരിക്കും, ഉർവശി പാവം അത് അങ്ങനെ വിശ്വസിച്ചായിരിക്കും. പക്ഷെ ആ കഥ പാവം എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അയ്യോ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അങ്ങനെ ഞാൻ വേറൊരു കഥ പറഞ്ഞ് പറ്റിച്ചിട്ട് ഉർവശി അത് ഒരുപാട് പേരെടുത്ത് പോയി പറഞ്ഞിട്ടുമുണ്ട്. പാവം റീപ്രൊഡ്യൂസ് ചെയ്ത് സ്വന്തം പറയുന്ന പോലെ. അതും കൂടി ഇവിടെ പറയാം. ഇപ്പം ചെറിയ കാര്യങ്ങൾ വിശ്വസിക്കുക, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ആനയുടെ തന്നെ വേറെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആനകളെ പിടിക്കുന്ന കാര്യം ഇപ്പം ആനപിടുത്തൊക്കെ നിർത്തി. 1977 നിർത്തിയതാണ് ആനപിടുത്തൊക്കെ. അതിന് മുമ്പൊക്കെ ആനപിടുത്തം ഭയങ്കരമായിരുന്നു. അപ്പോൾ ഉർവശി ചോദിച്ചു ശരിക്കും ആനയെ പിടിക്കുന്നത് എങ്ങനെയാണ് എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു പല സ്ഥലത്തും പല രീതിയിലാണ് പിടിക്കുന്നത്. കേരളത്തിലൊരു രീതിയിൽ, മറ്റേ വേറെ. കേരളത്തിൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ വാരിക്കുഴി കുത്തും. വാരിക്കുഴി കാടിനകത്തോട്ട് വാരിക്കുഴി കുത്തി അതറിയാത്ത രീതിയിൽ ഈറ്റയും മുളയൊക്കെ വെച്ച് അത് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് ഒന്നും അറിയില്ല. കൂട്ടം തെറ്റി അതിനെ തോരണം വീഴും, അവിടെ ഇവിടെയൊക്കെ വീഴും. പല കുഴികളുണ്ടാക്കി കോടനാട് പോലത്തെ കൂട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ. കർണാടകയിൽ ചെയ്യുന്നത് വെച്ചാൽ ഈ പുഴയുടെ ഇക്കരയിൽ നിന്ന് ആനകളെ കുതിരപ്പടകളും എല്ലാം വന്ന് ഓടിച്ച് ഈ പുഴയിലേക്ക് ഇറക്കും. എന്നിട്ട് പുഴയുടെ അക്കരെ സൈഡിൽ കാമോഫ്ലാഷ് പോലെ അറിയാത്ത രീതിയിൽ തേക്കിൻ്റെ തടി വെച്ച് വലിയ കൂടുകൾ ഉണ്ടാക്കി വെച്ച് കാണും. ഈ ആന മൊത്തം അങ്ങോട്ട് കയറി കഴിയുമ്പോൾ മെയിൻ ഡോർ അങ്ങോട്ട് അടയ്ക്കും. അപ്പോഴാണ് മനസ്സിലാവും ഒരു ട്രാപ്പാണത്. അങ്ങനെയാണ് മഹാരാജാക്കന്മാരുടെ കാലത്തൊക്കെ പിടിച്ചുകൊണ്ട്. പിന്നെ ഗദ്ദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് അങ്ങനെയായിരുന്നു. പിന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ ഈ ആനയെ വലിയ ആനയുടെ പുറത്ത് വന്നിട്ട് മറ്റാനകൾ ഓടിച്ച് കഴുത്തിൽ വടവിട്ട് കെട്ടി അങ്ങനെ പിടിക്കും. ഉത്തർപ്രദേശിൽ ആനയെ പിടിക്കുന്നത് പിന്നെ ഉർവശിക്ക് അറിയാമല്ലോ. ഇല്ല ഉത്തർപ്രദേശിൽ എങ്ങനെ ആനയെ പിടിക്കുന്നത്? ഓടുന്നത് വെറുതെ പറയാം. അതേത് കൊച്ചുകുട്ടിക്ക് അറിയാവുന്നല്ലേ ഉത്തർപ്രദേശിൽ എങ്ങനെ ആനയെ പിടിക്കുന്നത്? അയ്യോ സത്യമായിട്ട് എനിക്കറിയില്ല. കളിയാക്കാതെ പോ. സത്യം ചേരാമട്ടെ എനിക്കറിയില്ല ഉത്തർപ്രദേശിൽ എങ്ങനെ ആനയെ പിടിക്കുക. ഏറ്റവും ഈസിയായിട്ട് ആനയെ പിടിക്കുന്ന അവിടെയല്ലേ, വളരെ ഈസിയല്ലേ പിടിക്കുന്നത്. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞാൽ ആ കാട്ടിൽ പോയിട്ട് ആദ്യം നോക്കി വയ്ക്കും ആന ഏത് റൂട്ടിലാണ് വരുന്നതെന്നൊക്കെ നോക്കി വെച്ചിട്ട് ഒന്നുമില്ല. ഈ ആനയെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വടമില്ലേ, ആന ഈ തടിയൊക്കെ പിടിക്കുന്ന വടം, വലിയ കയറ്, അതിനെ വടം എന്ന് പറയുന്നത്. ആ സാധനം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 10-100 കിലോ ശർക്കര മേടിച്ചിട്ട് വലിയൊരു ഉരുളിയിൽ ഇങ്ങനെ പാക് പോലെ കാച്ചിട്ട് ഈ വടം അതിനകത്ത് 2 ദിവസം ഇട്ട് വെച്ചേക്കും. അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല മധുരമുള്ളൊരു കയറായിട്ട് മാറും. അത് ഈ ശർക്കര മുഴുവൻ അതിൽ പിടിച്ച് വടച്ച് എന്നിട്ട് കാട്ടിൽ കൊണ്ടിട്ട് വലിയ മരം നോക്കി അതിൽ കെട്ടിയിട്ട് ഈ വടം ഇങ്ങനെ ഇട്ട് വെച്ചേക്കും. അപ്പം ആന ഇങ്ങനെ തിന്ന് ഓരോന്നൊക്കെ തിന്ന് നല്ല ടേസ്റ്റ് തിന്നു.
തിന്ന് ആന ഇങ്ങനെ തിന്ന് പോവും. ഈ വടം ദഹിക്കൂലല്ലേ, കയറല്ലേ. കുറച്ച് കഴിയുമ്പോൾ മറ്റേ ആനപ്പിണ്ടത്തിൻ്റെ കൂടെ പുറകെ വരും. അപ്പോൾ പുറമെ ആൾക്കാർ ഒളിച്ചിരുന്നിട്ട് ഇത് ഇപ്പുറ സൈഡ് കൂടെ വലിച്ച് അടുത്ത മരത്തിലും കെട്ടി ഇതിലുമായിട്ട് ആന ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു പറഞ്ഞു. ഉർവശി ദേ ഒരുമാതിരി വേറെ വല്ല എൻ്റെ വായി കൂടെ ഞാൻ ഇതാണ് ഞാൻ പറയാത്തത്. ഒരു കാര്യം ഞാൻ പറയാത്തതാ, ഉത്തർപ്രദേശിൽ ആനയെ പിടിക്കുന്നത് ഇങ്ങനെയാണ് ഉർവശി. അതുകൊണ്ട് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാവുന്നല്ലേ ശരിക്കും. പിന്നെ അടുത്ത ദിവസം ഒരു ഫോറസ്റ്റുകാരൊക്കെ വന്ന് എന്ത് സുഖമാണ്, കയറിലിട്ട് ആനയെ കറക്കിക്കൂടെ, ഇങ്ങനെ കറക്കാം ഇങ്ങനെ ഇരിക്കില്ലേ ഇത്. ശരിക്കും സത്യം എന്നൊക്കെ പറഞ്ഞു. പാവം ഇതൊരു 5-8 പേരെടുത്ത് എന്ന് പറഞ്ഞു. ഉത്തർപ്രദേശിൽ ആനയെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഉർവശി അങ്ങനെയാണ്, വളരെ നിഷ്കളങ്കയാണ്. എല്ലാം പറഞ്ഞ പെട്ടെന്ന് വിശ്വസിക്കും. നമ്മൾ നുണ പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല, എല്ലാം നേരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അമ്മാവൻ്റെ കഥയും അങ്ങനെ പറഞ്ഞത്. അമ്മാവൻ ഒരു കല്ല് വെച്ച നുണ അല്ലേ. പിന്നെ ജയറാമേട്ടനെ സംബന്ധിച്ച് ജയറാമേട്ടൻ എന്ത് കഥ പറഞ്ഞാലും നമുക്ക് വിശ്വസിച്ച് പോകും. സിദ്ദിഖ എപ്പോഴും പറയാറുണ്ട്, ജയറാമേട്ടൻ ഈ പാമ്പ് കടിക്കുന്നൊക്കെ കാര്യം പറഞ്ഞാലേ നമ്മളൊരു പാമ്പ് കടിച്ചിരുന്നെങ്കിലും നമുക്ക് ആഗ്രഹിച്ചു പോകും. കാര്യം മോനേടാ ഇങ്ങനെ പാമ്പ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ കറക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ പാമ്പ് വന്ന് കടികൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതുപോലെ അത്ര രസകരമായിട്ടാണ് ജയറാമേട്ടൻ അവതരിപ്പിക്കുന്നത്. ഇത് ഭീമ സിനിമ ചിരിമ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. കലാകലാമുണ്ടാ കലാതകൻ തന്റെ ധീരമണിഞ്ഞോടിവാ വടിവേലവാ നീലമയിലേറിവാ. കലാകലാമുണ്ടാ കലാതകൻ തന്റെ ധീരമണിഞ്ഞോടിവാ വടിവേലവാ നീലമയിലേറിവാ. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് പോയിക്കോ. ഇനി ഞാൻ വിളിക്കുമ്പോലേ പാടുമ്പോ ഇങ്ങോട്ട് വന്നാ മതി. ഇറങ്ങിപ്പോ. എടാ അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് ഇറങ്ങിപ്പോടാ. അയ്യോ മെമ്പറോടല്ല കേട്ടോ. അതെ, ഞാൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണം. അയ്യോ മെമ്പർ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചോ, ഞാൻ അകത്തുണ്ടാകും. സംസാരിച്ച് കഴിയുമ്പോ ഒന്ന് കൂവിയാ മതി, ഞാൻ ഇങ്ങ് വന്നോളാം. തന്നോട് എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. ആ അങ്ങനെ എന്താ മെമ്പറെ? എന്ന് വെച്ചാൽ ഞാൻ ഭർത്താവിന്റെ കാര്യം പറയാനായിട്ടാ വന്നത് നിങ്ങളെ. അയ്യോ എനിക്ക് മനസ്സിലായി, ലോൺ എടുത്ത കാര്യമല്ലേ. എന്റെ പൊന്നു മെമ്പറെ, അങ്ങേര് തമിഴ്നാട്ടിൽ കമ്പക്കെട്ടിന് പോയിരിക്കുക. അതിന്റെ ആവശ്യത്തിനാ ലോൺ എടുത്ത. പുള്ളി വന്നാൽ ഉടനെ തന്നെ ആദ്യത്തെ ഗഡു അടച്ചേക്കാം. അല്ല അതിന്റെ അല്ലെന്ന്, ലോണിന്റെ കേസ് അല്ല ഞാൻ പറഞ്ഞു. എന്റെ മെമ്പറെ എനിക്ക് മനസ്സിലായി, പുള്ളി ഇനി തന്നില്ലെങ്കിൽ ഞാൻ നാടൻ പാട്ട് നടത്തിയിട്ടാണെങ്കിലും തന്നോളാം. ഇതിപ്പോ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിൽ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ പറയാൻ മടിക്കുന്നു. ഞാനേ കൊറേ നേരമല്ല കാണാന്ന് ഒന്ന് പറ മെമ്പറെ അവിടുന്ന്. ഇത് വേറൊന്നുമില്ല, എന്നോട് ദേഷ്യപ്പെട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് തമിഴ്നാട്ടിൽ പോയി കമ്പക്കെട്ടിന്റെ ഇടയിൽ ചേർന്ന് ചത്തു, അത് പറയാനായിട്ട് വന്നാ വേറെ കാര്യം? അങ്ങനെ ആണുങ്ങൾ കമ്പക്കെട്ട് നടത്തുമ്പോ അങ്ങോട്ട് ചാകുവോ വരിക്കോ എന്ത് വേണേ ചെയ്യാം. അതിനിപ്പോ എന്താ മെമ്പറിന്? അയ്യോ അല്ല, ഞാൻ എന്തോ മെമ്പറെ ചോദിച്ചത്. നിങ്ങളുടെ ഭർത്താവ് തമിഴ്നാട്ടിൽ കമ്പക്കെട്ട് വെടുക്കെട്ട് നടത്താൻ പോയോ? അതിന്റെ ഇടയിൽ കിടന്ന് ചത്തെന്ന്. അത് കൊള്ളാം. കഴിഞ്ഞ ദിവസം ഞാൻ രമണിയുടെ വീട്ടിൽ മരിപ്പ് പറയാൻ ചെന്നപ്പോൾ ആ പെണ്ണിന് തലറിഞ്ഞു വന്ന് എന്നെ നെഞ്ചത്ത് കെട്ടിപ്പിടിച്ചിരുന്ന് കരയുക. ഇവൾ അതും ഇല്ല, എന്നിട്ട് ഭർത്താവ് എന്ന് പറഞ്ഞാൽ മാറി നിന്ന് ചിരിക്കുന്നു. ടാറ്റ എന്ന് പൊക്കോളാനാണോ എന്നോട്? കരയുമായിരുന്നു. എന്തോ ചെയ്യാൻ, ഫാക്ടറിയിലെ സൈറനും നിർത്ത്. എന്തോ വിഷമിക്കരുത്, നിങ്ങൾ ഈ നാടൻ പാട്ടുമായിട്ട് വല്ല കാര്യമുണ്ടോ? അടിപൊളിയായിരുന്നു. ഇത് തന്നെ എന്റെ ഭാര്യ പറയുന്നത്. സെറ്റപ്പായിരുന്നു. എന്റെ ഭാര്യ ഇത് തന്നെ പറയുന്നത്. ഈ വെള്ളച്ചട്ടം വെള്ളം കൊണ്ടു കൊടുത്തിറങ്ങിയ അടിപൊളിയാണ്. അതല്ല, പിന്നെ നാടൻ പാട്ട് അടിപൊളിയായിരുന്നു. നാടൻ പാട്ടിന്റെ ഇത് നിങ്ങൾ തന്നെയാണത്? ഇതോ? അതല്ല, നാടൻ പാട്ട് നിങ്ങൾ മാനേജറാണല്ലേ? ഞാൻ മാനേജറല്ല, ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പറാണോ? അതെ അതെ അതെ. ഞാനിവിടെ തൊട്ടടുത്ത് വന്ന് താമസിക്കുന്നതാണ്. താമസിക്കുന്ന ഒന്നാണ്. അതെ, ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റാണ്. ഏത് സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നു? എന്നത് ഓട്ടോറിക്ഷ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് എന്താ പേരെന്തായിരുന്നു? മനോഹരൻ. ആർട്ടിസ്റ്റ് മനോഹരൻ. അതെ അതെ, എന്റെ പുതിയ വർക്കാണിത്. ഇത് സംഭവം മോഡേൺ ആർട്ട്. അല്ല, ഇതിന്റെ അടിയിൽ തന്നെ ഒപ്പിട്ട് വെച്ചേക്കുന്നേ? ഒപ്പിട്ട് ഇതിന്റെ അടിവശം കണ്ടുപിടിക്കാൻ വേണ്ടിട്ടേ സംഭവം എന്തായാലും കൊള്ളാം. എന്തായാലും പിന്നെ അതെ, പിന്നെ ഇവിടെ എന്താ സംഭവം? എന്താ ആഘോഷം വല്ലതാണോ? ആഘോഷമല്ല, മരണം നടന്ന. മരണം നടന്നോ? മരണം നടന്നു. ആര് മരിച്ചു? ഈ പുള്ളിയുടെ ഭർത്താവ്. ഭർത്താവാ? എങ്ങനെ?
അത് പുള്ളി തമിഴ്നാട്ടിൽ ഈ വെടിക്കെട്ടിന്റെ പരിപാടിയായിട്ട് പോയാണ് അവിടെ ചെന്ന് വെടിക്കെട്ടിന്റെ ഇടപെട്ട് പുള്ളി മരിച്ചുപോയി. അത് ഞാൻ പറയാൻ വന്നതിന്റെ അതേ കിടന്ന് കാണാൻ അയൽവക്കക്കാരനായി പോയി ഇടപെടാതിരിക്കാനും പറ്റൂല. ഞാൻ കാര്യം പറയട്ടെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നിൽക്കാം മെമ്പറോട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം അതുപോലെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് പാടുപെടുവായിരുന്നു. ഈ ബന്ധുക്കളെ അറിയിച്ചു. ഇപ്പൊ അറിയാവുന്ന ബന്ധുക്കളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ തന്ത്രിനെ വിളിച്ചോ. എന്തിനാ മന്ത്രി? മെമ്പർ ഉള്ളപ്പോൾ മന്ത്രിയുടെ ആവശ്യമുണ്ട്. മന്ത്രിയല്ല, തന്ത്രി, നമ്മുടെ കർമ്മിയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർമ്മിനെ വിളിച്ചു. അതെയല്ല, അതൊക്കെ ഓക്കെ. അപ്പൊ പിന്നെ പന്തലിന്റെ കാര്യം കേൾപ്പിച്ചോ? പന്തലിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അയ്യോ, ഒരു ഫോട്ടോ വേണമല്ലോ. ഈ ഫ്ലെക്സ് അടിക്കണ്ട നമുക്ക്, ഈ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞു. ഓഹോ, അത് വെക്കണം അല്ലേ? അപ്പൊ ഒരു കാര്യം, ഫോട്ടോ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ? ഓ സോറി, വിലാസിനി, അതെ ഉറങ്ങിയോടി നീ? ഞാനൊന്ന് മയങ്ങിയാണ്. അത് കൊള്ളാം. അതെ, നമുക്കേ ഫ്ലെക്സ് വെക്കണം, ആദരാഞ്ജലി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ. അപ്പൊ അതിനൊരു ഫോട്ടോ വേണം. ഫോട്ടോ ഇരിപ്പുണ്ടോ? പിന്നെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു. ഓ ഇല്ല, ഫോട്ടോ ഇല്ലെന്ന്. ഇപ്പൊ എന്ത് ചെയ്യും? തിരിച്ചൽ കാർഡ് മതി. അതിന്റെ തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം അതിലൊരു മനുഷ്യനെ തിരിച്ചറിയാൻ ഒക്കത്തില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ ആധാർ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതെ, ആധാർ കാർഡ് ഉണ്ടോ വിലാസിനി? എന്റെ പൊന്നു മെമ്പറെ, ആധാർ കാർഡിന് പോയിട്ട് അവസാനം അവതാരി സിനിമ കണ്ടിട്ട് ഇങ്ങ് പോകുന്നു പുള്ളി. ഈ പുല്ല ചത്തില്ലായിരുന്നുണ്ടല്ലോ, അവരുടെ നാവിക്ക് തൊഴിച്ചാൽ അവനെ കൊന്നനെ. അത്ര പറയില്ല കാണിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒരാളുണ്ട്. എന്ത്? രൂപം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വരയ്ക്കുന്ന ഒരാളുണ്ട്. രൂപം പറഞ്ഞു കൊടുത്താൽ പടം വരയ്ക്കുന്ന ആളുണ്ട്. അപ്പൊ അത് മതി. അപ്പൊ പുള്ളി ഒന്ന് വിളിക്കാൻ ഞാൻ വേണമെങ്കിൽ. പുള്ളിനെ വിളിക്കൊന്നും വേണ്ട. എന്നെ പുള്ള പേരെന്തായിരുന്നു? മനോഹരൻ. അത് നിങ്ങളുടെ പേരല്ലേ? കുറെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇഷ്ടം പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നാ രൂപം പറഞ്ഞാൽ തീർച്ചയായിട്ടും എടി ഇരുന്ന് ഉറങ്ങാതെ വെച്ചേ. പുള്ളി എപ്പോഴേ രൂപം പറഞ്ഞു കൊടുത്താൽ പുള്ളി വരച്ചോളും. നമുക്ക് ഈ ഫ്ലെക്സ് വെക്കാനായിട്ടേ രൂപം ഒന്ന് പറഞ്ഞു കൊടുക്കും. ഈ മരിച്ച ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ട്. മെമ്പർ പറഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞു. ഇടാ, അവർക്ക് വട്ടം തലയ്ക്ക് ഭർത്താവ് മരിച്ചു. നീ എന്തീ പറഞ്ഞു? അത് വരപ്പിക്കാനല്ലേ പറഞ്ഞു? രൂപം ഒന്ന് പറയാവോ? അതെ, രൂപം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരച്ചു തരാം. അതാണ്. അല്ല, നീ പടം വരയ്ക്കാനാണോ വന്നത്, അതോ മണം പിടിക്കാനാണോ? ഇങ്ങോട്ട് പറയുന്നത് കറക്റ്റായിട്ട് ചോദിച്ചു. രൂപം ഒന്ന് പറഞ്ഞു. നിങ്ങളെ രൂപം ഒന്ന് പറയാവോ? ഞാൻ കറക്റ്റായിട്ട് വരച്ചു തരാം. ഉണ്ടക്കണ്ണ്, നീണ്ട മൂക്ക്, വട്ടമുഖം, കൊന്തമ്പല്ലി, ഉണ്ടക്കണ്ണ്, നീണ്ട മൂക്ക്, വട്ടമുഖം, കൊന്തമ്പല്ലി, ചൂല് പോലെ നാലുരോമം, മൂക്കിന് താഴെ ഉണ്ടയാൾക്ക്. ഒന്ന് രസം പിടിച്ച് വരുമായിരുന്നു. മതിയൊന്നും വേണ്ട, മതി. ഇപ്പൊ തന്നെ സാധനം കിട്ടി കഴിഞ്ഞു. സംഭവം കിട്ടിയല്ലോ. ആ കസേര പോയിരുന്നു. ഒരു സംശയം, ഈ മൂക്കിന് താഴെ 3 രോമാണോ 4 രോമാണോ? 5 നമ്പർ പറഞ്ഞേക്കുന്നത് മൂച്ചായ മാറി പോകും. ഓക്കെ, ഞാൻ പറയാം. കസേര പോയിരുന്നു വരച്ചു കേട്ടോ. അപ്പൊ ഒന്നും പേര് സമാധാനിക്കും. ഞാൻ ഉണ്ടല്ലോ, വേറെ ഒരു പ്രശ്നമില്ല. ആ തന്ത്രി ആ പുള്ളിയൊക്കെ വിളിക്കാൻ പോണു. ഇത് ഞാനാന്നേ. നിങ്ങൾ പേടിക്കണ്ട പെണ്ണുമ്പിള്ളേ. ചീഞ്ഞു പോവാൻ നിങ്ങളെ ഭർത്താവ് എന്നാ ചാണയോ? ഇത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരും. അല്ല പിന്നെ കുറെ നേരായി. എന്താ ഓ, താറാവിറച്ചി എടുത്ത് ഒരുത്തൻ ചത്തുപോയി. താറാവിറച്ചി കഴിച്ചാൽ ഞാൻ ചാവും. കാരണം താറാവിനൊക്കെ ഇപ്പൊ പനിയാന്ന്. എങ്ങനെ പനി വരാതിരിക്കും? വെളുപ്പിന് പോലെ വെള്ളത്തിൽ കളിയല്ലേ, തല കോർത്താറുണ്ട്, പനിയും പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് സംഭവം ചെയ്യേണ്ടത്. അതെ, ലിസ്റ്റും പ്രകാരം തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. അതെ വിലാസിനി, ഒന്ന് എണ്ണീച്ചേ. ശാന്തി വന്നിട്ടുണ്ട്. ശാന്തി വന്നോ മെമ്പറേ? ഇപ്പൊ ഇത്തിരി ശാന്തി വന്നിട്ടുണ്ട്. അതെ, പവിത്രം കെട്ടണം. പവിത്രം കെട്ടി 2 പിള്ളേരും ഉണ്ട്. അല്ലെന്ന്, പിന്നെ പവിത്രം വളച്ചു കെട്ടണം. ആ പവിത്രം വളച്ചാ കെട്ടിയത്. ഞാനാ കല്യാണം നടത്തിയ. മോതിരം ഇടാനേ പറ്റിയുള്ളൂ. അവ രജിസ്റ്റർ ഓഫീസ് ആയതുകൊണ്ട് താലി കെട്ടാൻ പറ്റില്ല. അല്ലെന്ന്, ദർപ്പയില്ലേ? ഗർഭം ഉണ്ടാക്കിയ അവന്റെ തലയെ വെച്ച് കെട്ടിക്കൊടുത്ത പെണ്ണുപിള്ളക്ക് ഗർഭമുണ്ടോന്നല്ല ചോദിച്ചേ. ദർപ്പുല്ലുണ്ടോടാ പുല്ലേ? എടാ, ഈ പുല്ലെല്ലാം കോപ്പയ്ക്കകത്ത് ആക്കി വെച്ചോണ്ടാ കോപ്പ. പിന്നല്ല ദേഷ്യം തരും മനുഷ്യൻ. ഉള്ള കാര്യം നിന്റെ പുല്ലെല്ലാം കൂടെ. പിന്നെ പിടിച്ചാ ഞാൻ പണ്ട് വെമ്പാവുന്ന ഗുണ്ടായിരുന്നു കേട്ടാ. നീ വലിയ ആളെ കളിക്കില്ല. മര്യാദ കൊണ്ട് ചെയ്തേ. ഇതെന്നെ കൊണ്ടുവച്ചാണ്. അതപ്പോ പുല്ല് ഒരു ആർഡർ തിന്നാനുള്ള സാധനം ഉണ്ടല്ലോ. അത് വേണ എടുത്ത് വെച്ച് തിന്നു. ഇന്നല്ല എല്ലാത്തിനും ഞാൻ ഒറ്റ ഓടി നടക്കാനും ഉണ്ട്. ഒറ്റയ്ക്ക് ഓടി നടക്കാനായിട്ട്. അത് ഈ ആളെങ്ങനെ മരിച്ചത്? ആളെ തമിഴ്നാട്ടിൽ വെടിക്കെട്ടുമായിട്ട് പോയാ. അപ്പൊ അവിടെ വെച്ച് വെടിക്കെട്ടിന്റെ ഇടപെട്ട് ചത്തുപോയതാ. പുള്ളി ഒറ്റയ്ക്കാണ് മരിച്ചത്? ഭാഗ്യത്തിന് പുള്ളി ഒറ്റയ്ക്കേ പോയുള്ളൂ. ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തോണ്ട് എവരെ കൊണ്ടുപോയില്ല. അവരൊരു ചത്തുപോനെ. ഇവരെ കൊണ്ടുപോകത്തില്ല അല്ലേലും ട്രെയിനകത്തോ? എന്താ
ഈ സ്ഫോടന വസ്തുക്കളൊന്നും ട്രെയിനെ കൊണ്ടാകാറില്ല. അത് കറക്റ്റ്. അപ്പൊ കുഴപ്പമില്ല, എന്നാ കർമ്മം തുടങ്ങാം. അതെ, ഈ മരിച്ചയാള് ആരായിട്ട് വരും? മരിച്ചാൽ പ്രേതായിട്ട് വരും. എന്നാ ഞാനില്ല. അതല്ല സാധാരണ അങ്ങനെയാണല്ലോ ഒരു വിശ്വാസം, പ്രേതായിട്ട് വരുമെന്നുള്ളത്. നിങ്ങളെ ഈ മരിച്ചയാൾ ആരായിട്ട് വരുന്നത്? നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വേണം വേഷം മാറി ഈ മരിച്ച പുള്ളിയുടെ അളിയനായിട്ട് വരാം. അത് മതി. നമുക്കൊരാള് എന്നാ പറഞ്ഞ അല്ല, കാര്യങ്ങൾ നടക്കണ്ടേ, ഞാൻ മെമ്പർ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഓടി നടക്കണ്ടേ, അതുകൊണ്ടാ. ആണോ? എന്നാ ശരി, നമുക്ക് തുടങ്ങിയേക്കാം. വേറെ ബന്ധുക്കളും മിത്രാദികളൊക്കെ ഉണ്ടോ? ബന്ധുക്കൾ, അതെ വിലാസിനി കൊച്ചു ഉറങ്ങല്ലേ. അപ്പൊ ഞാൻ അറിയാവുന്ന ബന്ധുക്കളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ നാത്തും കൊഞ്ചിന്റെ നമ്പർ എനിക്ക് അറിയാൻ പാടില്ല, അതറിയാവോ? അയ്യോ, അവക്ക് ഒരുപാട് നമ്പർ ഉള്ളതാ. ആ നമ്പർ എനിക്ക് വേണ്ട. അപ്പോഴേ കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതെ, ഫ്ലെക്സ് അടിക്കാനുള്ള ആളെ വിളിച്ചോ. ഫ്ലെക്സ് അടിക്കാനുള്ള ആളെ വിളിച്ചോ. സംഭവം റെഡി. അതെ വിലാസിനി, ആ ഫോട്ടോ കറക്റ്റായിട്ട് പുള്ളി വരച്ചിട്ടുണ്ട്, അത് നോക്കി ഒന്ന് കാണിച്ചോളൂ. അർജന്റ്, ഞാൻ ഫോട്ടോ ഒന്ന് കാണിക്കട്ടെ. കിട്ടുവിന്റെ ഫോട്ടോ വരച്ചിട്ടുണ്ട്. ഫോട്ടോ ഒന്ന് കാണിച്ചോളൂ. അതെ, ആണ് നമ്മൾ ഫോട്ടോ വരയ്ക്കാനായിട്ട് നമ്മളെ അവിടെ മാറി. അയ്യോ, വിളി ചിരിച്ചാണെങ്കിൽ പോര്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അല്ലെന്ന്. ഇതെന്ത് എന്തിനാ ചിരിക്കുന്നത്? എന്താ ചിരിക്കാൻ മാത്രം എന്താ ഇപ്പൊ എന്താ കാണിച്ച് എന്തിനാ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ വരച്ചു വെച്ചാൽ ഫോണും മലയാളിയൊന്നും പൂച്ചയാണോ നിന്റെ ഭർത്താവ്? പൂച്ചയുടെ പണം വരച്ചോണ്ട് വന്നിരിക്കുന്നു. ഇതാണ് ഇവിടെ തന്നെ. അതെ, പിന്നെ മൂക്കിന് താഴെ 4 രോമമുള്ള പിന്നെ പൂച്ചയല്ലാണ്ട് പിന്നെ മൂക്കിന് താഴെ 5 രോമാണ്. നീ കടുവനെ വരച്ചു വെച്ചാ. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് രൂപം ഒന്ന് പറയാവോ? വിലാസിനെ ഒന്ന് പറഞ്ഞു കറക്റ്റായിട്ട് രൂപം പറ. ഞാൻ വരച്ചേരാം, ഞാൻ കറക്റ്റായിട്ട്. എല്ലാം ഇപ്പൊ ഈ നാടൻ പാട്ടിൽ കൂടെ പറയും കേൾക്കുകയും ചെയ്യും സംഭവിച്ചു. അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞോളൂ നാടൻ പാട്ടിൽ കൂടെ. ഉണ്ടക്കണ്ണ് നീണ്ടമുക്ക് വട്ടമുഖം കൊന്ത്രമ്പല്ലി ചൂലുപോലെ നാലു രോമം മൂക്കിന് താഴെ ഉണ്ടയാൾക്ക്. അത് മതി. ഈ രോമം ഒഴിവാക്കിയിട്ടേ നമുക്ക് ഈ താടി ആക്കിയാലോ? താടിയുണ്ട്, ഇതുപോലെ താടിയല്ലേ? താടിയുണ്ട്. പിന്നെ തലയെ കെട്ടും. തലയെക്കെട്ട് ചിലപ്പോൾ മുട്ടയായിട്ട് ആയിരിക്കും, ചിലപ്പോൾ തലക്കെട്ടി. ഇച്ചിരി കഷ്ണം തലയെ കെട്ട് പുള്ളി. അപ്പൊ ഓക്കെ, മൂക്ക് ഇത്തിരി നീണ്ടിട്ടുണ്ട് പുള്ളിയില്. അന്നത് പറയണ്ടേത്. ചെവി ഇങ്ങനെ ഇരിക്കുകയാണ്. സംഭവം കിട്ടി. ഓക്കെ, ഒച്ചിനെ വരയ്ക്കാനുള്ള പരിപാടിയാണോ? ഒച്ചിനെ വരയ്ക്കാൻ ഒന്നും മിണ്ടാണ്ട് പോകണ്ട. അത് മുട്ടത്തലയും വേറെ ഞാൻ വേറെ പ്ലാൻ അതൊക്കെ വരച്ചോളും, ഒരു കുഴപ്പമില്ല. മെമ്പറെ, അതെ, എന്നാലും ഇത് അറിഞ്ഞിട്ട് ആ നാത്തും പെണ്ണ് ഇങ്ങോട്ടൊന്ന് നാത്തും വന്നിട്ടുണ്ട്. എനിക്കറിയാം കരച്ചിലേക്ക് വരിക 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 വാ വരിക നാത്തൂനെ ഞാനൊന്നു കണ്ടിടട്ടെ ദൈവോ തക ദൈവത്തോ വരിക 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 വാ വരിക നാത്തൂനെ ഞാനൊന്നു കണ്ടിടട്ടെ ദൈവോ തക ദൈവത്തോ. സംഭവം എന്താന്നുള്ള മനസ്സിലായോ? ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇവര് നാടൻ പാട്ട് കുടുംബമാ. എന്തോ പറഞ്ഞാലും ചെയ്താൽ ഇവർ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. ആണോ? ആ പാട്ടിലൂടെയുള്ള പരിപാടിയുള്ളൂ. എന്നാ കുറച്ചേരം നാടൻ പാട്ട് കണ്ടു തന്നെ കാര്യം. ഇത് നാടൻ പാട്ട് കാണാമെന്നാണോ കർമ്മത്തിന് വന്നേണം? ഞാൻ നാടൻ കർമ്മം ചെയ്യാൻ. അതാ കർമ്മം ചെയ്യും. കർമ്മം ചെയ്യാൻ ഒരു സമ്മതിക്കണ്ടേ? നാത്തൂനെ പോയല്ലോ നാത്തൂനെ പോയല്ലോ, നമ്മളെ ഇട്ടേച്ച് ചേട്ടൻ പോയി. അയ്യോ പോയല്ലോ നാത്തൂനെ, ഇനി എന്താ ചെയ്യാ? എനിക്കറിയത്തില്ല എന്റെ ദൈവമേ, എന്റെ തമ്പുരാനെ. ഈ ഓണത്തിനും കൂടി നമ്മളെല്ലാരും കൂടെ ഒന്നിച്ചിരുന്നു ഓണ സദ്യ കഴിച്ചതല്ലേ എന്റെ വലുതാത്തൂനെ. അയ്യോ, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കൊല്ലം നമ്മക്ക് ഓണല്ലേടി കുഞ്ഞേക്ക്, കുട്ടേട്ടൻ നമ്മളെ വിട്ടുപോയി. കുട്ടേട്ടൻ ഞങ്ങൾക്ക് കൂടെ പിറപ്പല്ലേ, കുട്ടേട്ടനില്ലാത്തോരോണം വേണ്ട. എന്നെ നാത്തൂനെ. പിന്നെ ഇന്നലെ കാസർഗോഡ് നിന്ന് പരിപാടി കഴിഞ്ഞ് നേരെ വരുന്ന വഴിയാ, വിശന്നിട്ട് നിൽക്കാൻ വയ്യ. ബൈക്കുച്ചാണ്ട് പാണം കത്തണുമാ, വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. വല്ലതുണ്ടായിരുന്നു അകത്ത്? എന്റെ പൊന്നു നാത്തൂനെ, എനിക്ക് നാളെ പരിപാടി ഉള്ളതല്ലേ. ഞാൻ ഇവിടെ ഇത്ര നേരം
പ്രാക്ടീസ് അല്ലായിരുന്നോ? ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്റെ പൊന്നു നാത്തൂനെ. അയ്യോ എന്റെ വീട്ടിലാണ് ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നേ. അതെന്താ നാത്തൂനെ അങ്ങനെ പറഞ്ഞത്? തെക്കേപ്പുറത്തെ പ്ലാവുമ്മന്റെ വരിക്ക ചക്കുണ്ട്. ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ. ആ ചക്കയിൽ നിന്ന് ജീവിക്കായിരുന്നല്ലോ. ഞാനോർത്ത് എന്റെ കൂട്ടേട്ടന്റെ കാര്യമായിരിക്കും പറയണേ. ചക്കന്റെ ഉള്ളിൽ എന്ത് കുട്ടേട്ടൻ. സംഭവം റെഡിയാണ്. റെഡിയായി ഫ്ലെക്സിന് കൊടുക്കാം. കുട്ടാട്ടൻ ചേച്ചി നിങ്ങൾ ഈ പറഞ്ഞ കുട്ടൂട്ടനെ കുട്ടാട്ടനോ കുട്ടാട്ടൻ ഇതാണോ നോക്കി. കുട്ടൂസന്റെ പടം വരച്ചോണ്ട് കുട്ടേട്ടനാണോ? നീ തോൽവിയാണ് നടന്നത്. നിന്നെ പിടിച്ച് ഇവിടെ ഇരുത്തുകയും ചെയ്തേ. പിന്നെ ഈ താടി ഇങ്ങനെ വന്നിട്ട് മുട്ടത്തല ഒരു താടിയുള്ള പിന്നെ താടി ഇല്ലെന്ന് പറയാൻ പറ്റൂ? ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചേച്ചി ശരിക്കും കറക്റ്റ് ചേച്ചി ഒന്നും മിണ്ടണം, ഞാൻ ഇവിടെ ചോദിച്ചോളാം. കറക്റ്റായിട്ട് രൂപം ഒന്ന് പറയാവോ? ഞാൻ വരയ്ക്കുന്ന ഒരാളാണ്. ചേട്ടൻ രൂപ ആ ഉണ്ടക്കണ്ണ്, അതെനിക്കറിയാം. നീണ്ട മൂക്ക്, അത് പറഞ്ഞായിരുന്നു. വട്ടത്ത് അതും പറഞ്ഞു. ബാക്കി പറഞ്ഞു. പിന്നെ മറ്റേ ആ പുടയുള്ളതല്ലേ മൂക്കിന്റെ താഴെ, അതും പറഞ്ഞായിരുന്നു. അതൊന്നും പറഞ്ഞിരുന്ന ഇപ്പൊ ഒരു സംഭവം വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കൈ ആയുധം എന്തിനും കയ്യിൽ അങ്ങനെ വടി എപ്പോഴും ഉണ്ടാവില്ലേ? ഉണ്ടാവും. അത് ഈ കമ്പത്തിന് തീ കൊടുക്കാൻ വടി എപ്പോഴും കയ്യിലുണ്ടാവും. സംഭവം ഉണ്ട്. അത് തന്നെ എനിക്ക് മനസ്സിലായി. കമ്പക്കെട്ടാണ് പരിപാടി. വടിയുണ്ട് കയ്യില്. വരയ്ക്കോ? രൂപം കിട്ടിയിട്ടുണ്ട്. വിളിച്ചു ഞാൻ പറഞ്ഞോളാം. അപ്പോഴേ അതെ കർമ്മം തുടങ്ങാം. കർമ്മം തുടങ്ങാം. ചേച്ചി ഞാൻ കർമ്മം ചെയ്യുമ്പോ ഇവിടെ കിടന്നത് നാടൻപാട്ട് പാടരുത്. എന്റെ കോൺസെൻട്രേഷൻ പോകും. എന്താ കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ അത് പോകും. അപ്പൊ കർമ്മം പൊളിയും 8 നില പൊട്ടും. മിണ്ടൂല, അറിയാലോ? മിണ്ടൂല. മിണ്ടരുത്. ഈ 8 എന്നുള്ളത് 7 ആക്കി താത്ത് കിട്ടാൻ പറ്റും. 8 നില പൊട്ടും. പാവത്തുങ്ങളാ കാശില്ലാത്തോണ്ട്. ഞാൻ കർമ്മം പൊളിച്ച് അടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അയ്യോ കർമ്മി ഏതില്ലത്തെയാ? ആധാരം അല്ല കർമ്മി ഏതില്ലത്തെയാന്ന്? ഇല്ലോ. ആ അല്ല ഈ പൂണൂലൊക്കെ ഇട്ടിരിക്കുന്നു. ഇത് പൂണൂലുള്ള ഇയർഫോണാണ്. ഈ മന്ത്രം പഠിക്കാനായിട്ട് ഇതൊക്കെ ഇട്ടത് ഇങ്ങനെ സെറ്റ് ചെയ്യും മൊബൈലിൽ വെച്ചിട്ട്. അങ്ങനെ ഒരു റൂട്ട് അതൊന്ന് തുറക്കാൻ നോക്ക്. പണിയൊന്ന് തുടങ്ങിയേക്കണം. എന്നാ ഇന്ന് അടിച്ച് പൊളിച്ചിട്ട് തന്നെ. ഇങ്ങനെ പേരെന്നാ? ബോഡി ഇപ്പൊ ഉടനെ വരും. ഞാൻ അളിയൻ ചെറുക്കം പോയിട്ടുണ്ടോ? ഉണ്ടോ? കൂടി വന്നിട്ടില്ല. ആ ഇല്ല. അത് ഈ മരിച്ച പുള്ളിയുടെ പേരെന്തുവാ? മരിച്ച പിള്ളയുടെ പേര് വെടിക്കെട്ട് ഗോപാലൻ. വെടിക്കെട്ട് പോകാൻ നാളെ എന്നാ? നാളെ കാർത്തിക. കാർത്തിക നാളല്ല, കീർത്തികേട്ട നാളല്ലേ? ആ അതെ 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 കീർത്തികേട്ട ഇപ്പൊ തമിഴ്നാട്ടിൽ കിടന്ന് പൊട്ടി മരിച്ചേച്ച് കീർത്തികേട്ടോണ്ടിരിക്കുക. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ കർമ്മം ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ മക്കളോ മരുമക്കളോ? മക്കളും പിള്ളേരും ആരും ഇല്ല. ഇനിയിപ്പോ നിങ്ങൾ തന്നെ ചെയ്യാം. ചെറിയ ബെർമുടം തരാം. മീശ എടുത്തിച്ച് കൊച്ചു പിള്ളേർ ശബ്ദത്തിൽ അതേ പറ്റൂ. ഇതിനാണ് എന്നെ വിളിച്ചെന്ന് പറഞ്ഞത്. അല്ലാതെ ചെയ്യപ്പോ കാര്യങ്ങൾ നടക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെയ്യാം പെട്ടെന്നട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഏറ്റുകൊള്ളണം. മന്ത്രത്തിൽ പിഴവൊന്നും പറ്റരുത് കേട്ടോ. മന്ത്രത്തിൽ പിഴവ് പറ്റി കഴിഞ്ഞാൽ തിരിച്ചടിക്കും. മറ്റുപോയ ആള് ചുമ്മാ തിരിച്ചു വരും. അല്ല അവിടെ പോയിരുന്നു വരയ്ക്കണം. ഫ്ലെക്സ് കൊടുക്കണമല്ലോ. ഓർമ്മ തുടങ്ങിക്കോ. സമയമില്ല. ഇപ്പൊ ബോഡി വന്ന പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക. മരിച്ചുപോയ പുള്ളിനെ മനസ്സിൽ ധ്യാനിക്കുക. ഓം 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 പ്ലേറ്റ് ഒരെണ്ണം കിട്ടുമോ? ഇത് കഴിഞ്ഞ് ഓംപ്ലേറ്റ് ഒക്കെ മരണം വീട്ടിൽ നടക്കത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കഴിക്കുക. അതാ പറഞ്ഞേ. അത് ഞാൻ മേടിച്ചു തരാം. ഓംപ്ലേറ്റ് മേടിച്ചു. ഇത് കർമ്മം ചെയ്യും. സമയമില്ല. ബോഡി വന്ന പറഞ്ഞാൽ ചെയ്യണത്. ശുക്ലാംബരധനം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ദായേ സർവ വിഘ്നോപശാന്തിയാ. മലരവിടെ മലര് ആയിരിക്കുന്നു. മലര് അവലോ? അവളവിടെ കിടക്കട്ടെ. കുഴഞ്ഞു കിടക്കല്ലേ കരഞ്ഞിട്ട്. അവളല്ല, അവലില്ല. അവര് ആയിരിക്കും. പഴം പഴമുണ്ട് ഇവിടെ ഉണ്ട്. ഇത്ര സാധനം ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. അല്ല ഇതിപ്പോ കർമ്മത്തിന് എന്തോ ചെയ്യും? കടിഞ്ചായ ഉണ്ടോ? കർമ്മത്തിന് കടിഞ്ചായ വേണോ? കർമ്മത്തിന് വേണ്ട. പിന്നെ കർമ്മം ചെയ്യുന്ന ആൾക്ക് കടിഞ്ചായ വേണമല്ലോ. കർമ്മിക്ക് കടിഞ്ചായ വേണം. അത് വേണം. അതൊക്കെ ഞാൻ തരാം. ഇതൊന്ന് ചെയ്യ്. ബോഡി വരാൻ സമയം അതുകൊണ്ടാണ്. ശുക്ലാംബരധനം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ദായേ സർവ വിഘ്നോപശാന്തിയാ. അതിങ്ങെടുക്കുക. ഏതാ അത്? ഇതാണോ? അതിങ്ങെടുക്കുക. അതിങ്ങെടുക്കുക. ആ വേണേ പോയെടുത്താൽ എനിക്ക് വയ്യ. പിന്നെ എത്ര പ്രാവശ്യം ഈ പ്രാവശ്യം എടുത്തു തരും. ഞാൻ പറയാം. അത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കളിക്കില്ല. കളിയോ? അല്ല ഈ കർമ്മത്തിൽ ഞാൻ കൂടത്തില്ല. ഇത് പിടി. വിന്നല്ല. ഇങ്ങനെയാണെങ്കിൽ കർമ്മം ഇത് 8 നില പൊട്ടുന്നുണ്ടോ? ഒരു 7 നിലയാൾക്ക് പാവത്തുങ്ങൾ കാശില്ലാത്തോണ്ടാ. പെട്ടെന്നട്ടെ. ശുക്ലാംബരധനം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ദായേ സർവ വിഘ്നോപശാന്തിയാ. തെറ്റിപ്പ് പാടുണ്ടല്ലോ അല്ലേ? തുടങ്ങിക്കോ. ശുക്ലാംബരധനം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ദായേ സർവ വിഘ്നോപശാന്തിയാ. തെറ്റിപ്പോയി. എനിക്ക് അപ്പഴേ അറിയാൻ തെറ്റിപ്പോകുന്നു. ശ്വാസം നിർത്താൻ ചൊല്ലിയ ആർക്കായാലും തെറ്റിപ്പോത്തില്ലേ?
തെറ്റിപ്പോയെന്നല്ലേ, ചെത്തിപ്പോന്നാ പറഞ്ഞേ. ചെത്തിപ്പൂ ഇതായിരിക്കും, ഞാൻ പറഞ്ഞില്ലേ തെറ്റിപ്പൂ അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇത് കഴിഞ്ഞ വന്ന ഉടനെ തന്നെ ആ പരിപാടി ഞാൻ നടത്തണം. അതാ ഞാൻ പറഞ്ഞു, അവിടെ ഈ വെടിക്കെട്ടിൻ്റെ ഇടയായതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഉടനെ തന്നെ നമുക്ക് സംഭവം കർമ്മ ഏതാണ്ടൊക്കെ ശരിയായിട്ടുണ്ടോ? അതപ്പോഴേ ബോഡി വരാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പൊ എത്തുമെന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. അപ്പൊ അങ്ങനെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഇപ്പൊ ആരും വരാനും ഒന്നുമില്ല, കാണാനും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ സംഭവം ബോഡി എത്തിയാൽ പറഞ്ഞാൽ ഇത് അടക്കണ്ടേ? അടക്കണമല്ലോ. അടക്കണം. അതിപ്പോ നമുക്ക് ഇവിടെ അടയ്ക്കാൻ പോരാ. അയ്യോ ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. അതിനകത്ത് ആകെ 1.5 സെന്റ് സ്ഥലമുള്ളൂ. എനിക്ക് ഇവിടെ അവകാശപ്പെട്ടാണേ. അയ്യോ ഇവിടെ മതിയേ, എനിക്ക് എന്റെ ചേട്ടൻ അടക്കിയെടുത്ത് തന്നെ കിടക്കണേ. അവിടെ കിടന്ന് മഴയെങ്ങാനും പെയ്താ പനിയൊക്കെ പിടിക്കും. ഞാൻ പറയാം വല്ല ശ്മശാനത്തിൽ കൊണ്ട് അടക്കാം. അല്ല ശ്മശാനം, ശ്മശാനത്തിൽ അടക്കാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, പഞ്ചായത്തിന്റെ പൊതു ശ്മശാനം ഉണ്ട്, അവിടെ നമുക്ക് എവിടെയാലും കൊണ്ട് അടയ്ക്കാൻ മതി. ഈ സാധനത്തെ ഇല്ലാതാക്കുക. ഇല്ലാതാക്കിയേക്കാം. അതാ വേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ പോരെ? നിങ്ങൾ തമ്മിൽ അവസാനം തർക്കം ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ തർക്കമില്ല. നിനക്ക് ഇവിടെ വേണമെന്നില്ലല്ലോ. എനിക്ക് ഇവിടെ തന്നെ വേണം. അയ്യോ അത് വേണ്ട, നമുക്ക് ശ്മശാനത്തിലാക്കാം. ചെന്ന് പറഞ്ഞിട്ട് എന്റെ ചേട്ടൻ ചത്തെടുത്ത് തന്നെ എനിക്ക് ചത്ത് കിടക്കണോ. അവളുടെ പൂതി കണ്ട ഈ പ്രായത്തിലും. ഇവിടെ തന്നെ മതി. അളിയൻ വന്നു. ഓക്കെ കേറിയിരിക്കാങ്ങളെ ഞാനിട്ട പായല് കേറിയിരിക്കേ. കേറിയിരിക്കാങ്ങളെ ഞാനിട്ട പായല് കേറിയിരിക്കേ. കേറിയിരിക്കാങ്ങളെ ഞാനിട്ട പായല് കേറിയിരിക്കേ. കേറിയിരിക്കാങ്ങളെ ഞാനിട്ട പായല് കേറിയിരിക്കേ. ഇയാൾക്കൊരു പാവ പോരാ, പിന്നെ തർപ്പാ തന്നെ. അതെ അളിയച്ചാരാ, അതാ ഞാൻ പറഞ്ഞ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ബോഡി പിടിച്ചേക്കണേ. എല്ലാം ഓക്കെ, ബോഡി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ബോഡി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ബോഡി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തന്നെ കടക്കാം. അയ്യോ ഇവിടെ അടക്കണം, ഞാൻ പറഞ്ഞില്ലേ. ആകെ 1.5 സെന്റ് സ്ഥലമുള്ളൂ ഇവിടെ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ മതിയേ, എന്റെ ചേട്ടൻ ഞാനിതൊന്നും പറഞ്ഞിട്ടില്ലേ. എനിക്ക് ഇവിടെ തന്നെ അടക്കണേ. ഇവിടെ അടക്കാമെന്നുള്ള എനിക്ക് കൂടി അവകാശപ്പെട്ട സ്ഥലമാണ്. ഇവിടെ അടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ശ്മശാനത്തിൽ എടുക്കാം. ആയിക്കോട്ടെ. നിങ്ങളുടെ അടക്കിയാ മതി. വെറുതെ ഇത് ഇവിടെ അടക്കണ്ട, ശ്മശാനത്തിൽ ഇറങ്ങണ്ട. ആ വാഷ് ബേസിനോട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ അതങ്ങ് ഒഴുകി പൊക്കോളും. എന്താ വർത്താനം ഞാൻ പറയുന്നത്? 6 അടി നീളമുള്ള മനുഷ്യൻ വാക്കിനകത്തിട്ട് വെള്ളം ഒഴിക്കാനൊന്നും. 6 അടി നീളമൊക്കെ ഉണ്ട്. പുള്ളി എങ്ങനെയാ മരിച്ചത്? വെടിക്കെട്ടിന്റെ ഇടയിൽ പോയി വീണ് മരിച്ചല്ലേ? ആണോ? വെടിക്കെട്ടിനിടയിൽ പോയി മരിച്ചയാളെ ബാക്കി ഇത് ഈ 50 സാക്കുള്ളെങ്കിലും കിട്ടിയ നമ്മുടെ ഭാഗ്യം. ആരും ചിരിക്കരുത്, ആരും ബഹളം ഉണ്ടാക്കരുത്. എന്താ ഈ മരിച്ചു പോയ ആളിന് വടിയുണ്ടെന്നല്ല പറഞ്ഞേ. ആൾ ഇതാണ് നോക്കിയേ.